സോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. ഇറ്റ്സ് മീ പാർവതി പണിക്കർ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് കുറേ നാളുകൊണ്ട് ഞാൻ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് ചോദിക്കുന്നതാണ് ടൈം ടേബിൾ ചെയ്യാവോ എക്സാമിനുള്ളതെന്ന്. പക്ഷെ ഞാൻ ഇത്രയും നാൾ ടൈം ടേബിൾ ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ലെവൽ ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മാത്സ് ആണ് ടഫ് എങ്കിൽ അടുത്ത ആൾക്ക് ബയോളജി ആയിരിക്കും ടഫ്. എനിക്കിപ്പോൾ ടഫായിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കത്തില്ല അടുത്ത ആൾക്ക് ടഫ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ടൈം ടേബിൾ പോലെ ചെയ്യുമ്പോൾ ഈ ടോട്ടൽ ചാപ്റ്റേഴ്സ് ഒന്നും കാണിക്കാൻ അങ്ങനെ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു പ്ലാൻ ആയിട്ടൊന്ന് ചെയ്യാമെന്ന്. പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസങ്ങളിൽ ഇന്നതൊക്കെ പഠിക്കാമെന്നല്ല, ഇത്ര ദിവസമുണ്ട്, നമുക്ക് എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുക്കാം, എത്ര മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഇപ്പം ലാസ്റ്റ് ലാപ്പിലെത്തി. നമുക്കിനി ടോട്ടല് ഒരു 33 ദിവസം, 33 പ്ലസ് ടുകാർക്ക് ഒരു 29-30 ദിവസം കാണും. 29 ആ അത്ര ഒരു റേഞ്ചേ കാണത്തുള്ളൂ. അപ്പം അത്രയും ദിവസത്തിനുള്ളിൽ ഇപ്പം ഒന്നും പഠിക്കാത്തവരുണ്ടായിരിക്കും, ഒരു പകുതി വരെ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇനി റിവിഷൻ ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിനകത്ത് ഏത് ലെവലിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3/4 കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുക, എന്നാലും ഒരു 2-3 ചാപ്റ്റർ ഉണ്ട്, ആ ഒരു ലെവലിലിരിക്കുക. അപ്പം ഇതിനകത്ത് ഇനി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ അപ്പോൾ ഇനി അടുത്തത് പ്ലസ് 1-ൻ്റെയും പ്ലസ് 2-ൻ്റെയും കാര്യം പറയാം. പ്ലസ് 1-നാണെങ്കിൽ ഞാൻ പ്ലസ് 1-ൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ ഒന്ന് വായിക്കാറ്. 6-ാം തീയതി സെക്കൻഡ് ലാംഗ്വേജ്, 15-ാം തീയതി കെമിസ്ട്രി, പിന്നെ 20-ാം തീയതി ബയോളജി, 22-ന് ഫിസിക്സ്, 25-ന് മാത്സ്, 29-ന് ഇംഗ്ലീഷ്. ഇതിൽ ആദ്യത്തെ ഒരു 3 പരീക്ഷ ഹിന്ദി ഞാൻ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് ഹിന്ദി എന്ന് പറയുന്നതാണ്. ഹിന്ദി പഠിക്കാനും പിന്നെ കെമിസ്ട്രി പഠിക്കാനും ബയോളജി പഠിക്കാനും അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ പെടുന്നത് ഫിസിക്സിൻ്റെ കാര്യത്തിലാണ്. അപ്പം നിങ്ങൾ ഇപ്പോഴേ ഫിസിക്സിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ എഴുതി പഠിക്കണം. ഫിസിക്സിൻ്റെ ഡെറിവേഷൻ ഞങ്ങളുടെ ടീച്ചറാണെങ്കിൽ കഴിഞ്ഞ വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തലേന്ന് എഴുതി പഠിക്കാതിരിക്കരുതെന്ന് ഡെറിവേഷൻ. കാരണം ഇത്രയും ചാപ്റ്ററിൽ ഇത്രയും ഡെറിവേഷൻ ഒറ്റ ദിവസം കൊണ്ട് എഴുതി തീർക്കുന്നത് അത്ര പെട്ടെന്ന് എഴുതി തീർക്കാനൊന്നും പറ്റത്തില്ല. മാത്രമല്ല നമുക്ക് തലേന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PYQs അതുപോലെ ജസ്റ്റ് എല്ലാ ചാപ്റ്ററിൽ കൂടെ ഒന്ന് ഓടിച്ചു പോകേണ്ട ദിവസമാണ്. അപ്പം തലേന്നിരുന്ന് ഡെറിവേഷൻ ഒന്നും നോക്കാനിരിക്കരുത്. അപ്പം നേരത്തെ നിങ്ങൾ ഡെറിവേഷൻ എഴുതി ഈ ലാംഗ്വേജ് കഴിഞ്ഞിട്ട് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് 9 ദിവസം കിട്ടുന്നുണ്ടല്ലോ, അതിലെ ആദ്യത്തെ 2 ദിവസം നമ്മൾ ഫിസിക്സിൻ്റെ ഡെറിവേഷൻ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ പ്ലസ് 2കാരുടെ കൂടെ പറയാവേ. പ്ലസ് 2നാണെങ്കിൽ 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3-ാം തീയതി ഇംഗ്ലീഷ്, പിന്നെ 5-ാം തീയതി ഫിസിക്സ്, 7-ാം തീയതി ബയോളജി, 10-ാം തീയതി കെമിസ്ട്രി, 17-ന് മാത്സ്, 19-ന് സെക്കൻഡ് ലാംഗ്വേജ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം 1-2 ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് സമയമുള്ളൂ. എനിക്കൊന്ന് മാത്സിന് നല്ല രീതിക്ക് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മാത്സിന് ഒരു 7 ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വട്ടത്തെ മാത്സിൻ്റെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞിട്ട് കുറേ ഇതായിരുന്നല്ലോ, സമയം കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടായിരിക്കും മാത്സിന് മാത്രം നല്ല ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ബാക്കി എല്ലാത്തിനും 2 ദിവസം. അപ്പം അത് നമ്മൾ നേരത്തെ പഠിച്ചു വെക്കണം. ഇനി ടൈം ടേബിളിൻ്റെ കാര്യം പറയാം. ഇതിപ്പം ജസ്റ്റ് ഞാൻ ഈ നമ്മുടെ എക്സാം ടൈം ടേബിളിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വളരെ സമയം കുറവാണ്. കമ്പാരിറ്റീവ്ലി പ്ലസ് 1-നാണ് നല്ല സമയം കിട്ടുന്നത്. അപ്പം ഇനിയും പ്ലസ് 1-നും പ്ലസ് 2-നും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാനല്ലേ. നമുക്കിനി ടോട്ടൽ ഉള്ളത് 33 ദിവസം. 33 ദിവസം പ്ലസ് 1കാർക്ക് ഫുള്ള് കിട്ടും. ഫുള്ള് 33 ദിവസം തന്നെ കിട്ടും. ഞാൻ പറയുന്നത് ഈ മോഡൽ എക്സാമിൻ്റെ ദിവസം വരെയുള്ള കാര്യമാണ്. പ്ലസ് 1-ന് ഫുള്ള് ദിവസവും കിട്ടും. പക്ഷേ പ്ലസ് 2-ന് എനിക്കിപ്പം മോഡൽ കഴിഞ്ഞിട്ടില്ല, മോഡൽ പ്രാക്ടിക്കൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2 ദിവസം അങ്ങനെ പോകും. പിന്നെ 5 ദിവസമാണ് നമ്മുടെ ടോട്ടൽ പ്രാക്ടിക്കൽ. അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് നമുക്ക് അവധിയാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ, ഈ ഓരോ ഷിഫ്റ്റ് വരുന്ന ദിവസങ്ങളിൽ. അപ്പം 5 ദിവസം അങ്ങനെ പോകും. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ മോഡലും ഫൈനൽ പ്രാക്ടിക്കലൂടെ ആയി കഴിഞ്ഞപ്പം 7 ദിവസവും പോയി. 7 ദിവസം മൈനസ് ചെയ്തിട്ട് വേണം നമ്മളപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. മോഡൽ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് 5 ദിവസം ഇനിയും പോകത്തുള്ളൂ. അപ്പോൾ 33 - 7 എന്ന് പറയുമ്പോൾ 26 ദിവസം കൂടെ ഉണ്ട്. നമുക്ക് പ്ലസ് 2-ന് മോഡൽ കഴിയാത്തവർക്ക്, ബാക്കി കഴിഞ്ഞവർക്കാണെങ്കിൽ 28 ദിവസം കിട്ടും. അപ്പം നമ്മുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സിന് 14 ചാപ്റ്റർ ഉണ്ട്, കെമിസ്ട്രിക്ക് 10 ചാപ്റ്റർ ഉണ്ട്, ബയോളജിക്ക് 13 ചാപ്റ്റർ ഉണ്ട്, മാത്സിനും 13 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഇത്രയും നാൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ, ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ സമയത്ത് തറവായിട്ട് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് റിവിഷൻ മതി ആ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ. പിന്നെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഒന്നുകൂടെ പൊടി തട്ടി എടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ മറ്റേ ആൾക്കാർക്കാണെങ്കിൽ 2 ചെയ്യണം. ലാസ്റ്റിലത്തേതും പഠിക്കണം, ഫസ്റ്റിലത്തേതും പഠിക്കണം. അപ്പം ടോട്ടൽ നമുക്കുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് 16, ബയോളജി 13, കെമിസ്ട്രി 10, ഫിസിക്സ് 14 എന്ന് പറയുമ്പോൾ 13 - 13 26, 26 - 10 36, 36 - 14 50 ചാപ്റ്റർ. ടോട്ടൽ 50 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. 50 ചാപ്റ്ററും 26 ദിവസവും. അപ്പം ഡെയിലി 2 ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ ഒരു ദിവസം ഫ്രീ കിട്ടും.
ആ ഒരു രീതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം 3 ചാപ്റ്റർ ഡെയിലി പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ഒരു നോർമൽ ആൾ ഒരു ദിവസം ഫുള്ള് കൊണ്ട് 2 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് തീരും. പിന്നെ അതിൽ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും ഇൻക്ലൂഡ് ചെയ്യാതെയാണ് പറയുന്നത്. നമ്മൾ ഇച്ചിരി നേരത്തെ ആണെങ്കിൽ ഡെയിലി ഒരു ചാപ്റ്റർ വെച്ച് പഠിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ ഫൈനൽ ലാപ്പിൽ എത്തുന്നതുകൊണ്ട് ഡെയിലി 2 ചാപ്റ്റർ വീതം പഠിക്കണം. പിന്നെ SSLCക്ക് ഒരുപാട് ചാപ്റ്റർ ഒന്നുമില്ല. അവർ ഡെയിലി എത്ര ചാപ്റ്ററാണ് നിങ്ങളിപ്പം നമ്പർ ഓഫ് ഡേയ്സ് അതുപോലെ നിങ്ങളുടെ ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്കൊരു സംഖ്യ കിട്ടും. അപ്പോൾ ഡെയിലി നിങ്ങൾ പഠിക്കേണ്ട നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിന് എണ്ണം കിട്ടും. അതാണ് ഒരു ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. 50 ചാപ്റ്റേഴ്സ് ഉണ്ട്, 26 ഡേയ്സ് ഉണ്ട്. നമ്മളിപ്പോൾ 50ന് 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. ഒരു ദിവസം ഫ്രീ. ആ മോഡൽ എക്സാമിന്റെ തലേ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. കാരണം മോഡൽ എക്സാമിന് അറിയാലോ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കും. ഞാൻ അടുപ്പിച്ചുള്ള ദിവസങ്ങളിലാണ് മിക്കവാറും മോഡൽ എക്സാം ഇടുന്നത്. തലേന്ന് പിറ്റേന്ന് അങ്ങനല്ലേ വരുന്നത്. അപ്പം ഒരു ദിവസം ഫ്രീ കിട്ടിയാലേ നമുക്ക് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് നോക്കാൻ പറ്റത്തുള്ളൂ. ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഒറ്റ ദിവസം കൊണ്ട് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ സമയം വേണം, 2-3 ദിവസം വേണം എന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. 3 ചാപ്റ്റർ ലാസ്റ്റ് 2 ദിവസങ്ങളിൽ പഠിക്കണം. എന്നാലേ 2 ദിവസം നിങ്ങൾക്ക് ഫ്രീ കിട്ടത്തുള്ളൂ. പിന്നെ പ്ലസ് വണ്ണിലുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ +1 തന്നെ മാക്സിമം മാർക്ക് മേടിക്കുക. കാരണം പ്ലസ് ടുവിൽ അത്ര എളുപ്പത്തിൽ മാർക്ക് മേടിക്കാൻ പറ്റത്തുമില്ല. നമുക്ക് ഇഷ്ടംപോലെ ആക്ടിവിറ്റി ഉണ്ട് താനും. ഈ ലാബിന്റെ പ്രാക്ടിക്കൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം പോകുന്ന പരിപാടിയാണ്. അപ്പം നമുക്ക് തിയറി പഠിക്കാനുള്ള സമയം അത്രയും നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ +1 കൂടുതൽ മാർക്ക് മേടിക്കാൻ ശ്രദ്ധിക്കുക. +2നെക്കാട്ടി എളുപ്പം +1 അതിപ്പം മനസ്സിലാകത്തില്ല. അപ്പോൾ +1 ആയി കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും എന്തോ ഒരു പാട് പിടിച്ചതാ, +2 ആകുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ +1നെക്കാട്ടി പാടാണ്. അപ്പോൾ ഈ 2 വർഷം നമ്മൾ സഹിച്ചേ പറ്റും. അതുകൊണ്ട് +1 കൂടുതൽ മാർക്ക് മേടിക്കുക. ഈ +2 വരുമ്പം ഡബിൾ വാല്യൂഷൻ ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എഴുതിയതിനുള്ള കറക്റ്റ് മാർക്ക് അതാണ് +2 കിട്ടാൻ പോകുന്നത്. +1 നമുക്കിപ്പം അത്യാവശ്യം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കൊക്കെ കിട്ടും. പിന്നെ അതുപോലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ചിൽ പഠിക്കാനായിട്ടിരിക്കും. നമ്മളിപ്പോൾ ഫെബ്രുവരി എനിക്കൊന്നൊരു 15-17 ആ സമയം കൊണ്ടാകുമ്പോഴത്തേക്കാണ് മോഡൽ എക്സാം വരുന്നത്. അപ്പം അതിന് മുമ്പേ തന്നെ ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് വെക്കുക. മാർച്ചിൽ നമുക്ക് പഠിക്കാനുള്ള സമയമല്ല, റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. മാർച്ചിൽ പുതിയതായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തൊട്ടുള്ള ചാപ്റ്റേഴ്സ് നോക്കാനുള്ള സമയവും കിട്ടത്തില്ല. നിങ്ങൾക്കിപ്പം വീട്ടിലിരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ സ്കൂളിലൊന്നും എല്ലാവരും ഒന്നും പോകുന്നില്ലായിരിക്കും. ഞാനിന്ന് പോയിട്ടില്ല. ഇഷ്ടംപോലെ പഠിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചു തീർക്കണ്ടേ, അതുകൊണ്ട് പോയില്ല. പിന്നെ ഈ ആഴ്ച ലാസ്റ്റ് ദിവസങ്ങളിലാണ് എൻ്റെ പ്രാക്ടിക്കൽ. 17-ാം തീയതി ഫിസിക്സും കെമിസ്ട്രിയും, 18-ാം തീയതി ബാക്കി 3 2 ദിവസം കൊണ്ട് അങ്ങ് തീർക്കുക. എന്നിട്ട് തിയറി പഠിക്കാനുള്ള സമയം തന്നേക്കുക. പിന്നെ 22-ാം തീയതി ഓൺവേർഡ്സ് പ്രാക്ടിക്കൽ തുടങ്ങും. 5 ദിവസം അങ്ങനെ പോകും. അപ്പം ഞാൻ എന്തായാലും വീട്ടിലിരുന്നു. എന്നിട്ട് അത് ഇനി പഠിച്ചു തീർക്കണം. പിന്നെ ഇപ്പോൾ സ്കൂളിൽ റിവിഷൻ ക്ലാസ് ആയിരിക്കും. അത് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാതെ പോയിട്ട് റിവിഷൻ കേട്ടിട്ട് കാര്യമുണ്ടോ? റിവിഷൻ കേൾക്കുമ്പം നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊന്നുകൂടെ എഫക്റ്റീവ് ആവും. പക്ഷെ ഒന്നും പഠിക്കാതെ ചെന്നിട്ട് റിവിഷൻ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അതും മനസ്സിലാകത്തില്ല, ഇതും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാവില്ല പോവാൻ ഞാൻ. എന്നിട്ട് നിങ്ങൾ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ലാസ്റ്റ് നിമിഷം കൊണ്ട് NCERT വായിക്കലൊന്നും നടക്കത്തില്ല. ഇപ്പോൾ പറ്റുവാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഡെയിലി 2 ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും. അപ്പം ഈ ഫുള്ള് പഠിച്ച് തീർത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തൊട്ടേ റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. 2 ട്രിപ്പ് റിവിഷൻ കഴിയാനുള്ള സമയമുണ്ട്. അല്ലാത്ത ഒരു നോർമൽ ആളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഡെയിലി 2 ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ വെളുപ്പിനെ എണീക്കുന്നവരും കാണും, രാത്രി താമസിച്ചിരുന്ന് പഠിക്കുന്നവരും കാണും. വെളുപ്പിനെ എണീക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ രാവിലെ ആ സമയത്ത് ഒരു ചാപ്റ്റർ പഠിക്കാം. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്ററോടെ പഠിക്കാം. പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞൊന്നും പഠിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഉറക്കം വരുന്ന സമയം ഉച്ച ആ സമയത്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ പഠിക്കാറൊന്നുമില്ല. അപ്പോൾ ഞാൻ മിക്കവാറും രാത്രി ഇരുന്നാണ് പഠിക്കുന്നത്. ഒരു നൈറ്റ് ഔൾ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം താമസിച്ചൊക്കെ ഇരുന്ന് പഠിക്കും. പിന്നെ രാവിലെ ഞാനിങ്ങനെ എണീറ്റ് പഠിക്കാറില്ല. രാവിലെ എനിക്ക് എണീക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഉറക്കം കറക്റ്റ് ആവണമെങ്കിൽ ഞാൻ രാത്രി താമസിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് രാവിലെ ലേറ്റായിട്ട് എണീറ്റാലേ പറ്റത്തുള്ളൂ. അപ്പോൾ സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് മിക്കവാറും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ടൈം ഷിഫ്റ്റ് കൊടുക്കാം. ഇപ്പോൾ വെളുപ്പിനുള്ള ആളാണെങ്കിൽ നിങ്ങൾ 6:30ക്കാണ് എണീക്കുന്നതെങ്കിൽ 6 to ഒരു 8:30 വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകത്തില്ല. പിന്നെ രാത്രി അല്ലെങ്കിൽ വൈകിട്ട് ഒരു
7 to ഒരു 9:30 വരെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്തൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. നിങ്ങൾക്ക് നേരത്തെ കിടക്കുകയും ചെയ്യാം, പിറ്റേ നേരത്തെ എണ്ണിക്കുകയും ചെയ്യാം. പിന്നെ രാത്രി പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വൈകിട്ടൊരു 6:30 to ഒരു 8:30 വരെ ഒരു ഷിഫ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞൊരു 9:30 to ഒരു 11:30 വരെ ഷിഫ്റ്റ് എടുക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഇരിക്കുവാണെങ്കിൽ രാത്രി പഠിക്കാമല്ലോ, ഒരു ചാപ്റ്ററോടെ പഠിക്കാം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി 3 ചാപ്റ്റർ പഠിക്കാം. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് 2 ചാപ്റ്റർ വീതം പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റാപ്ലർ അടിച്ച് ഇങ്ങനെ കുറേ പേപ്പറായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പേര് എഴുതിയേക്കും. എന്നിട്ട് അറിയാമെന്നൊക്കെ ഇങ്ങനെ ടിക്കൊക്കെ ചെയ്ത് വിടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇത്രയും ദിവസം കൊണ്ട് ഒന്നുകൂടെ ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചിട്ട് തറോ ആയ ചാപ്റ്റേഴ്സ് എല്ലാം ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഫൈനലാകുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മുടെ കംപ്ലീറ്റ് ആയത്, ഏതൊക്കെയാണ് തീരെ അറിയാതെ കിടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മാത്സ് എൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരുന്നാലും നിങ്ങൾക്കറിയാമല്ലോ ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസും ഡിഫറൻഷ്യൽ ഇക്വേഷനും അത് ഇച്ചിരി പാടായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. ഞാൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് വരുന്ന രീതി പ്ലസ് ടുവിൻ്റെ ക്രിസ്മസ് എക്സാം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ലാബിൻ്റെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് എഴുതി ചേർക്കാത്തത്. കാരണം ലാബ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലാബില്ലല്ലോ. ലാബിൻ്റെ എക്സാം നമുക്ക് കഴിയും. പിന്നെ എങ്ങനെയാണ് നമ്മളിപ്പം കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ആ രീതിയിൽ തന്നെ ഒരു 2-3 സോൾട്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ചെയ്യിപ്പിക്കുന്നത്. സോൾട്ടിൽ നമ്പർ ഇട്ടിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഡിഫറൻറ്റ് സോൾട്ടൊക്കെ തന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഏകദേശം ഒരു വീഡിയോ ഉണ്ട്. ബാക്കിയൊക്കെ നമ്മൾ ഈ കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ, ടീച്ചർ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ, അത് ചെയ്തും പരിചയമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലാബിൻ്റെ ഒരു ടെൻഷനുണ്ട്. നിങ്ങളുടെ ലാബിൻ്റെ ഒക്കെ നിങ്ങളുടെ മോഡൽ ലാബിൻ്റെ എക്സാം കംപ്ലീറ്റ് ആയോ? പിന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടെന്നും അതുപോലെ എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.